ഔട്ട് ഓഫ് കേരളയാണ് ഇപ്രാവശ്യം ട്രിപ്പ് വന്നേക്കണത്. ഗംഗാടിക്കൽ പീക്കിലോട്ടാണ് ഞങ്ങൾ വന്നേക്കണത്. ഞാൻ എന്തായാലും മരിക്കും. എന്റെ അനിയനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ് ഫൈനലി ടോപ്പ് എത്തി ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തിലും പറ, ബാക്കി പറ ഗൈസ്. ഞങ്ങൾ ട്രിപ്പ് പോവാണേ. ട്രിപ്പ് ഇപ്പൊ ഞങ്ങൾ കേരളത്തിലല്ല, ഔട്ട് ഓഫ് കേരളയാണ് ഇപ്രാവശ്യം ട്രിപ്പ് വന്നേക്കണത്. അതെ അതെ, മാംഗ്ലൂരാണ് ഗൈസ് ഞങ്ങളിപ്പോ. എന്തെങ്കിലും പറയാനുണ്ട? ഞങ്ങളുടെ ബസ് ഇന്നില്ല. ഞങ്ങൾ ടൂർ പോയാൽ ഞങ്ങൾക്ക് എപ്പോഴും ബംഗാളിക്കോല കഴിക്കും. ഇപ്പൊ ഞങ്ങളുടെ ലുക്ക് വയസ്സ് നിന്നിട്ട് എത്തി. എന്താ പ്രശ്നം? ഉറക്കാൻ വേണ്ടി കൂടുതൽ ഏറ്റവും കൂടുതൽ ഉറങ്ങിയത്. പക്ഷേ ബൈ ഗൈസ്. ഇൻട്രോ എടുത്തിട്ട് പിറ്റേ ദിവസമാണ് വീഡിയോ ഷൂട്ട് ചെയ്യണം. ഞങ്ങൾ ഇപ്പൊ ട്രക്കിങ് ചെയ്തോണ്ടിരിക്കണേ. സ്ഥലത്തിന്റെ പേര് പറഞ്ഞേ. ഗംഗാടിക്കൽ പീക്കിലോട്ടാണ് ഞങ്ങൾ വന്നേക്കണത് ഫ്രം കേരള. എല്ലാരും ഫ്രണ്ടിലോട്ട് പോയി. ഞങ്ങൾ ഇപ്പൊ കയറിയുള്ളപ്പോ തന്നെ ഗതച്ച് തുടങ്ങി. ബാക്ക് കാട്ടിത്തരാം. പോണതാണ് ദീപ്തി. സുർജിത്തും ഉണ്ട്. ഞങ്ങൾ ടൂർ പാക്കേജ് എടുത്തിട്ടാണ് വന്നത്. പെർ ഹെഡ് 2700. ഞങ്ങളുടെ ഗ്രൂപ്പിലിപ്പോൾ 10 പേരുണ്ട്. ഞങ്ങൾ ഒരു വാനിലാണ് ഞങ്ങളുടെ ക്യാമ്പിൽ നിന്ന് ഇങ്ങനെ വന്നത്. ഇന്നലെ സ്റ്റേ ഉണ്ടായിരുന്നു ബേസ് ക്യാമ്പിൽ. ഫുഡൊക്കെ ഇൻക്ലൂഡഡ് ആണ്. ഞാൻ ഇപ്പോഴാണ് ഒന്ന് വീഡിയോ എടുത്ത. ഇന്നലെ ഞങ്ങൾ വെറുതെ ജസ്റ്റ് വാക്കിങ്ങിനൊക്കെ ഇറങ്ങിയായിരുന്നു. ഞാൻ ഒന്നും പറയാത്തതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ പോകുന്നത് ഗംഗാടിക്കൽ പീക്ക് കാണാനാണ്, കർണാടക. ഷൂ ഒന്നല്ല ഇട്ടേക്കണം. അപ്പം നമുക്ക് കാണാം. കാട്ട് തുമ്പേ
സുർജിത്തിന്റെ അടുത്തല്ലേ വെള്ളം, തൊണ്ട പറ്റി. ഗൈഡാണത് നിക്കണ. ഗൈസ്, ഇതാണ് ഞങ്ങളുടെ ഗൈഡ്. ട്രക്കിങ് അത്ര എളുപ്പമുള്ള പണിയല്ല. അയ്യോ, ഗൈഡ് എവിടെ? ഗൈഡ് കാണണ്ട എന്നാ ഓണാണ് ദൈവം. ആ കോല് കാണാൻ അവിടെ എത്തണ്ട, അവിടെ എത്തണം നടന്ന്. ഈ കോല് കാണാൻ അവിടെ. എനിക്ക് തോന്നണില്ല ഗൈസ്, ഞാൻ എന്തായാലും മരിക്കും. ഒരു കുപ്പി വെള്ളം എടുത്തിട്ട് പൊക്കോ, കുപ്പി എടുത്തിട്ട് പൊക്കോ, വേഗം അവിടെ വെച്ചോ. വെള്ളം താടി, തൊണ്ട പറ്റിയെന്റെ. ട്രക്കിങ്ങിന് വരുമ്പോഴുള്ള ചെരുപ്പ് ഇതാണ് ഗൈസ്. അയ്യോ, അതെ എന്റെ തൊണ്ട പൊട്ടി തോന്നണ വരണ്ടിട്ട്. വെള്ളന്താ അവിടെ ആൾക്കാരുണ്ടോ? എന്തോരം നടക്കാനെന്ന് പറയാം. 2 ബോട്ടിൽ വെള്ളം കൊണ്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. ഇവിടെ പ്ലാസ്റ്റിക് കയറ്റില്ല. ഓറഞ്ച് എൻ്റെ കൂടെ ഉള്ളവരെല്ലാം മേളിലോട്ട് പോയി. എനിക്ക് പറ്റണില്ല. ഞാനും എൻ്റെ ഗൈഡ് മാത്രമേ ഉള്ളൂ എൻ്റെ കൂടെ. അതാണ് എൻ്റെ ഗൈഡ്. ഞാൻ പോകാൻ ഗൈഡും പോകില്ല. ഞാനാണ് ലാസ്റ്റത്തെ എൻ്റെ ഗ്രൂപ്പിലാണ്. ഞാൻ പോയാലേ ഗൈഡ് മേളിലോട്ട് കയറത്തുള്ളൂ. റെസ്റ്റ് എടുത്തിട്ട് ഞാൻ പോണുള്ളൂ. അവരൊക്കെ പോയി. എനിക്കൊട്ടും പറ്റുള്ള പേരൊക്കെ ഇതോണ്ടിരിക്കണേ. ഞാൻ അടിച്ചാൽ പുള്ളി നീങ്ങുന്ന ചലിക്കും. നമുക്ക് പോകാം. ഞാൻ ക്യാമറ കണ്ടു ഗൈസ്. ചലിച്ചു തുടങ്ങി ഗൈഡും കണ്ടോ. Say something about the trekking. ഗൈഡ് പാട് റെസ്റ്റ് ചെയ്ത് പുള്ളിക്ക് പ്രാന്തി പിടിക്കും ഞങ്ങളുടെ അപ്പം.
സുർജിത്ത് ദേ പോണ്. അവിടെ അവിടെ കാണാം. എന്റെ അനിയനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഗായ്സ്. നല്ല ചൂട്, തണുപ്പുണ്ട്. എനിക്ക് ഇവിടെ നല്ല പൊള്ളലുണ്ടല്ലോ. ഗൈഡ് എവിടെയാണ്? അയ്യോ, ഗൈഡിനെ കൊണ്ട് നമുക്കേ മുതലെടുക്കാൻ പറ്റുള്ളൂ. അല്ലേ? ഗൈഡിന്റെ അടുത്ത് വെള്ളവും ഇല്ല. അല്ലെങ്കിൽ അതല്ലേ പറഞ്ഞു. ചരിച്ചെടുക്കോ? ഫൈനലി ടോപ്പ് എത്തി ഗൈസ്. നീ കണ്ട കൊള്ളാം. പാതി ചത്തെങ്കിലും സൂപ്പർ വ്യൂ ആണ് ഗൈസ്. കട്ടിത്തരാം. ബാക്ക് നോക്കി സ്കൈ. ഈ വ്യൂ കാണാൻ വേണ്ടിയാണ് നമ്മൾ എറണാകുളത്ത് നിന്ന് കർണാടക വരെ വന്ന് ട്രക്ക് ചെയ്ത് വന്നത്. ഇതെന്റെ ഫസ്റ്റ് ടൈം ട്രക്കിംഗ് ആണ്. സോ നല്ല ഡിഫിക്കൽട്ടായിരുന്നു ഗൈസ്. എൻ്റെ പരിപ്പും ഉപ്പാടും ഇളകിപ്പോയി. നല്ല ടഫാണ്. ട്രക്കിങ്ങിന് പറ്റിയ ഒരു സാധനവും റിക്വയർമെന്റ്സ് ഇല്ലാണ്ടാണ് വന്നത്. ഇവിടെ നിന്നാണ് ഒരു വടി എടുത്തത്. കാണണ്ട, ഒന്നും റേഞ്ചും ഇല്ല. ബട്ട് വ്യൂ നല്ലതാ. ഗംഗടിക്കൽ പീക്ക് ആണെന്ന് തോന്നുന്നു. എല്ലാം കോർഡിനേറ്റ് ദീപ്തിയാണ്. സോ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. അടിയിന്ന് മേളില് 4 കിലോമീറ്റർ ട്രക്ക് ചെയ്തിട്ടാണ് ടോപ്പിലെത്തണത്. ഇപ്പം ഇവിടെ നല്ല വെയിലുണ്ട്. സ്കൈ കാണാൻ നല്ല രസമല്ലേ ബാക്കിൽ. 4 കിലോമീറ്റർ ഇവിടെ പ്ലാസ്റ്റിക് കയറ്റില്ല. വെള്ളം നമ്മൾ എടുത്തുകൊണ്ട് വരണം, അല്ലെങ്കിൽ പെടും. ഞാനൊരു 100 മീറ്റർ ആയപ്പോൾ തന്നെ എനിക്ക് ഈ തൊണ്ട വരണ്ടിട്ട് നല്ല ടാസ്ക്കായിരുന്നു. ഞങ്ങൾ ആകെ 2 കുപ്പി വെള്ളമായിട്ടാണ് വന്നത്. ഞങ്ങൾ 5 പേര്, 5-10 പേര്. പിന്നെന്താ, ചെക്കിങ് ഉണ്ടാവും. ബാഗൊക്കെ ചെക്ക് ചെയ്തിട്ടേ ഇങ്ങോട്ടേക്ക് കടത്തി വിടുള്ളൂ. നമുക്ക് ഫോറസ്റ്റുകാർ ഓഫീസേഴ്സ് ഒരു ഗൈഡിനെ വെച്ച് തരും. ഗൈഡിന് 1000 രൂപ കൊടുക്കണം. അതൊക്കെ ഇൻക്ലൂഡഡ് ആണ് പാക്കേജിൽ. കൊള്ളാം, എക്സ്പീരിയൻസ് ചെയ്യണം, നല്ലതാ. ഇനി അടുത്തത് ട്രക്കിങ് നോക്കാം. ഇത് ഫസ്റ്റ് അല്ലേ, ഫസ്റ്റ് തന്നെ എനിക്ക് ഇത്ര ഇതൊന്നും തോന്നിയില്ല. നല്ല സുഖമുണ്ട്. ഇനി ഷൂ ഒക്കെ ഇട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വരാം. ഞാൻ ലോഗോ പാൻറ് ഇട്ടുകൊണ്ട് വന്നത്. ഓക്കെ, നല്ല വെയിൽ. നോക്കണ്ട, കേറിങ്ങട്ടെ. പാൻറ്റൊക്കെ മടക്കി തന്നെയാണ്. മുഖം കാട്ടൂല. ഞാൻ വീണ മരിക്കണോണ്ടാണ് കേട്ടാ.
മരത്തോട് കൂടെ ചാടിട്ട് വരുമല്ല മുഖം കാട്ട്. വീണ തട്ടി വീണ കൂടെ ചാടേണ്ടി വരും. അവക്ക് വീട്ടിൽ പോകാൻ പറ്റൂല അതും പറഞ്ഞുള്ള സ്നേഹമാണ്. മാറവിടെ നിന്നിട്ട് കഴിഞ്ഞ ഞങ്ങ ഇപ്പൊ തന്നെ ഇറങ്ങും ഗൈസ്. വെള്ളം കെട്ടെടുക്കാൻ പോണം. ഇവിടെ വന്നപ്പോ എല്ലാരും വെള്ളത്തിന്റെ വില മനസ്സിലാക്കി. സേവ് വാട്ടർ. ഇറങ്ങാൻ പോണല്ലേ? എന്റെ ഡെഡിക്കേഷൻ നിങ്ങൾ മനസ്സിലാക്കണം. ഗ്രിപ്പില്ലാത്ത ചെരുപ്പിൽ ഇറങ്ങണേണ്. കല്ല് തെന്നണം. എന്നിട്ട് ഞാൻ വ്ലോഗ് എടുക്കണം. കണ്ട ഗൈസ്, യു ഷുഡ് അപ്രിഷിയേറ്റ് മൈ അയ്യോ വടി വേണം എനിക്ക്. എവിടെ നോക്കട്ടെ. ഇത് പൊക്കണമെങ്കിൽ ഞാൻ അയ്യോ എനിക്ക് വടി കാട്ടിക്കേടാ. ഇതെന്നെ എന്റെ ഇരട്ടിയുണ്ടല്ലോ വടി. ദേമേ ട്രക്കിങ്ങിനൊക്കെ വരാൻ പറ്റിയ ചെരുപ്പ്. എൻ്റെ ഓറഞ്ച് ചെരുപ്പാ. ലോക പേടിത്തൂറിയാണിത്. എനിക്ക് ഹൈറ്റ് പേടിയില്ല. എനിക്ക് ചെരുപ്പിൽ ഗ്രിപ്പില്ല. ഇതാണെങ്കിൽ ഉരുളം കല്ല അങ്ങനത്തെ എന്തോ കല്ലാണ്. കുത്തനുള്ള ഇറക്കമാണ്. ഞാൻ ഇനി പാതി ഇറങ്ങിയിട്ട് കാട്ടാം, അല്ലെങ്കിൽ ഞാൻ പരലോകത്തെത്തും. ഈ വിശ്വസിൽ നല്ല ഇവിടെ ചാടും ചാടുന്ന് പറയും. പിടിക്കട കൂടെ ഇല്ല. എന്നിട്ടാണ് അവളെ ചാടാൻ പോണത്. ഓക്കെ ബൈ ബൈ ഗൈസ്. ഞാൻ താഴെ എത്തണ മുന്നേ കാട്ടാം. നമ്മ ഇങ്ങനെ നടന്ന് ആ വഴി കൂടെ ഈ വഴി കൂടെ പോയി 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 അങ്ങ് അറ്റത്തെത്തണം. താഴെ എത്തണമെങ്കിൽ വാ കുട്ടി. അവിടെ നിന്ന് സ്റ്റേയാണ്. എൻ്റെ അടുത്തുണ്ടല്ലേ കേദാർനാഥല്ലേ പോണ? അത് മലയേറാ നേരെ. അത് ചെരുപ്പ് ഇട്ടതിൻ്റെ ടാസ്ക്കാണ്. ഞങ്ങൾ ഇരട്ട പറ്റ ചെരുപ്പ് ഇട്ടണമെന്ന്. വീണാലും ചത്താലും ഒരുങ്ങി. ട്രാക്കിങ്ങിനൊക്കെ വരാൻ പറ്റിയ ചെരുപ്പ്. സുഡിയോടെ 399 ചെരുപ്പ്. അതും നല്ല ഹൈറ്റ് ഉണ്ട്. ഞാൻ ഷൂ എടുക്കട്ടെ എന്ന് വെച്ചപ്പോളേ ഞാൻ ഈ ചെരുപ്പ് ഇടണ ഇതൊക്കെ മതി പറയട്ടെ. റീസൺ പറയട്ടെ. ഓടണം. നേത്രാവതിയിൽ വെള്ളം ഉണ്ടാവുന്നുണ്ട്. വെള്ളം ഇറങ്ങുമ്പോഴത്തേക്ക് വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ ചെരുപ്പ് ഷൂരി ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടിട്ടത്. പക്ഷെ ഇവിടെ വെള്ളം പോട്ടൊരു നേത്രാവതി ഇതിലും ടാസ്കാണ്. നേത്രാവതി ഇതേപോലെ അറിയൂല. 17 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. അതാ പറഞ്ഞത്. പക്ഷെ ഇങ്ങനത്തെ സെറ്റപ്പ് അല്ല. ഇതെന്തായാലും നല്ല സെറ്റപ്പാ. എനിക്ക് തോന്നണ ഞാൻ ഫസ്റ്റ് ടൈമാണ് കയറുന്നോണ്ടാണ് എനിക്ക് ഇത്ര ടഫ് തോന്നണത്. പോകെ പോകെ ശരിയായിക്കളും. ഒറ്റക്ക് വീണാപ്പോലെ വലിച്ചോണ്ടോണേ. അപ്പൊ ഞാൻ ഫോൺ മാറ്റി വെക്കട്ടെ, അല്ലെങ്കിൽ റിസ്ക് ആണ്. വയസ്സായ അമ്മൂമ്മ നടക്കണ പോലെ നടക്കണം. എനിക്ക് അവിടെ ഉണ്ടായ എനിക്ക് ഇറങ്ങാൻ ടാസ്കില്ല. നമുക്ക് കയറുമ്പോ നമുക്ക് കാലൊക്കെ നല്ല വേദന എടുക്കും. നല്ല ഇങ്ങനെ കട്ട് കഴിച്ച് വേദന എടുക്കും. ഇവിടുന്ന് ജസ്റ്റ് ഞങ്ങൾ ഇട്ടേക്കണ ചെരുപ്പിന്റെ ഗുണം കൊണ്ട് ജസ്റ്റ് ഒന്ന് കാല് വഴുതിയ തീർന്ന ലൈഫ്. ഇതിങ്ങനെ തിങ്ങനെ 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 ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് വീണ് നേരെ ഇവിടെ എത്താം, പരലോകത്തെത്താം. സുർജിത്ത് എൻ്റെ അനിയനായതുകൊണ്ട് പറയുന്നല്ല. 1 minute സൈലൻസ്. സുർജിത്ത് ഉണ്ട്. നീ സുർജിത്ത് തള്ളിയിട്ടേന്ന്. സുർജിത്തിന്റെ പൊടി പോലെ കേറിയപ്പോഴും കണ്ടില്ല, ഇറങ്ങിയപ്പോഴും കണ്ടില്ല. അവനെ വീട്ടിൽ പോകുമ്പോ കൂടെ വേണം എന്നുള്ള ചിന്തയും കൂടി ഇല്ല ഗൈസ്. എന്താ അനിയൻ. ഇതൊക്കെ എന്റെ പ്രവിമോൻ. നീ എന്നെ കണ്ടില്ലേടി?
അയ്യോ ദീപ്തി നീ എന്റെ വെള്ളം കൂടി വീട് രണ്ടും കൂടി ഞാൻ വെച്ച കാര്യം ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. എവിടെ എന്തോരം ട്രക്ക് ചെയ്ത് പോണം. നല്ല വെയിലുണ്ട് ഗൈസ്. ഐഫോൺ ആയതുകൊണ്ട് ഇത് നല്ല വെട്ടി തിളങ്ങണോ. ഇറങ്ങുമ്പോ സോ ഈസി. കാരണം ഇറങ്ങുമ്പോ ദീപ്തി പയ്യെ ഇറങ്ങണം. കയറിയപ്പം സ്പീഡിൽ കയറിയോണ്ട് എനിക്ക് നല്ല ഗതായിരുന്നു. ഇറങ്ങുമ്പോൾ പയ്യെ ചെയ്തോണ്ട് എനിക്ക് ഈസിയാ. അവക്ക് പേടിയും. അങ്ങ് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ ഇരുന്നത്. നല്ല ഡീഹൈഡ്രേറ്റ് ആയിട്ടുണ്ട് ഗായ്സ്. എന്നൊക്കെ ഇനി വെള്ളം വേണം. എൻ്റെ അമ്മീ നീ തണല് കണ്ടപ്പോ ഒന്ന് ഇരിക്കാൻ തോന്നി. നമുക്ക് ഇനി കുറച്ചും കൂടി അല്ലേ നടക്കാവുള്ളൂ. ടോട്ടലി ഇതും കൂടി താഴെ 8 കിലോമീറ്റർ ട്രക്ക് ചെയ്ത് ഞങ്ങൾ. ഡീഹൈഡ്രേറ്റ് ആയിട്ട് തൊണ്ടയൊക്കെ വരണ്ട് തുടങ്ങി. കാല് നിൽക്കുമ്പോൾ കാല് വിറക്കണ്. ഇത് കുറച്ചും കൂടി ഉള്ളു. നല്ല 1 മണി വെയിൽ. രാവിലെ 8:30 തുടങ്ങിയ അതാ ഇപ്പോൾ 1 മണിയായിട്ട് പാതി മുക്കാലും ആയി. തിരിച്ചുള്ള വെള്ളം കുടിക്കണം. എൻ്റെ അമ്മീ റിസ്കി ആയിട്ടുള്ള കുത്തനെയുള്ള ഇറക്കമൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് ഞാൻ ഫോണെടുത്ത. പൊയ്ക്കോ, ഞാൻ വീഡിയോ എടുത്തിട്ടേക്ക് വരുന്നുള്ളൂ. ഇനിയിപ്പം നിരന്ന സ്ഥലത്ത് കൂടെ നടക്കണം. കുഴപ്പമില്ല. കാഫൊക്കെ നല്ല വേദന ഉണ്ട്. കുത്തനുള്ള ഇറക്കം കുറച്ചുണ്ടായി. അത് നടന്ന് ഇറങ്ങി ഇപ്പം നേരെയുള്ള വഴിയായിട്ടുണ്ട്. നേരെയാണ് മലയൊക്കെ കഴിഞ്ഞ്. എൻ്റെ പൊന്നേ, ഉച്ചക്ക് 1 മണിക്ക് ഇങ്ങനെ നടക്കാൻ നല്ല രസമുണ്ട്. രാവിലെ 7 മണി 6:30 ഇട്ട സൺസ്ക്രീനാണ്. ടാനൊക്കെ അടിച്ച് നല്ല രസമായിട്ടുണ്ട്. ട്രക്കിംഗ് ഏകദേശം അവസാനിക്കുകയാണ് ഗായ്സ്. ഇപ്പോൾ തണ്ണലെന്ന് പറഞ്ഞാൽ നല്ല ഇരുട്ടുള്ള സ്ഥലത്ത്. ഫോണിൽ നല്ല വെട്ടവും നേരിട്ട് നല്ല തണുപ്പും ഇരുട്ടും ഫുൾ മരങ്ങളും ചുറ്റും കഴിഞ്ഞ്. ദീപ്തി ഓടി. ഞാൻ ഗൈഡും വേറെ 2 പേരേ ഉള്ളൂ. കുറച്ച് മുന്നിലാണ്, അടുത്താണ്. എൻ്റെ അമ്മ ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഡീഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണേ. ചുണ്ടൊക്കെ വരണ്ടും പൊട്ടി. വെള്ളം കിട്ടിയാൽ മതി. സുർജിത്തൊക്കെ അവിടെ താഴെ ചെക്ക് പോസ്റ്റായിട്ട് എത്തിയിട്ട് മണിക്കൂറുകളായി തോന്നണം. അപ്പോൾ അവരുടെ നിന്ന് കിട്ടും. അവർക്ക് വെള്ളം കുടിക്കണ്ടേ. ഞങ്ങൾ പോയിട്ട് 2 ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഫസ്റ്റ് ഇവിടെ എൻട്രൻസിൻ്റെ അവിടെ, പിന്നെ നമ്മൾ പെർമിഷൻ എടുക്കണതിൻ്റെ ഇത്ര മുന്നേ വേറൊരു പോസ്റ്റ് ഉണ്ട്, ചെക്ക് പോസ്റ്റ്. അവിടെയൊക്കെ പെർമിഷൻ എടുത്തിട്ട് അവിടെ ഇങ്ങോട്ടേക്ക് വരാൻ. അയ്യോ ഇപ്പോൾ കുഴപ്പമില്ല. നാളെ വീട്ടിലെത്തുമ്പോൾ ഒരു കാലുവേദന ഉണ്ട്. പക്ഷെ നമ്മൾ ജീവിക്കുന്നത് ഇതൊക്കെ എൻജോയ് ചെയ്യാനല്ലേ ഗായ്സ്. വി ഹാവ് ടു എക്സ്പീരിയൻസ്. ചത്താലും നല്ല രസമുണ്ട്. നമ്മൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം എങ്ങനെയാണെന്നൊക്കെ. ഇനി വരുമ്പോൾ ഫുൾ സെറ്റപ്പായിട്ട് വരണം ട്രക്കിങ്ങിന്. ഇപ്പം കാലൊന്നില്ല. ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ കാല് ഷിവറയാണ്. കാഫൊക്കെ നല്ല ഇപ്പം തീർന്ന്.
നല്ല തണുപ്പും. ഇനി വെള്ളം കുടിച്ച് റൂമിൽ പോയി ഫ്രഷായിട്ട് നമ്മ കേരളയിലോട്ട് പോകും ഗായ്സ്. ട്രെയിനിൽ നമ്മൾ വന്നത് വെള്ളിയാഴ്ച രാത്രി 11:30 മാവേലി എക്സ്പ്രസ്സിൽ സ്ലീപ്പറിൽ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് 4 മണിക്കൂറുണ്ട് ഇങ്ങോട്ടേക്ക് ക്യാമ്പിലോട്ട്, റൂമിൽ നമ്മുടെ ബേസ് ക്യാമ്പ്. ഈ കാട്ടിൽ കൂടെ ഞാൻ മാത്രം ഒറ്റക്ക്. വല്ല പുലി പിടിച്ചോണ്ട് പോയാൽ കൂടി അറിയില്ല ഗായ്സ്. എൻട്രൻസ് വലിയ എൻട്രൻസ് ഒന്നല്ല, റോഡ് സൈഡിലൊരു ഗേറ്റ് വെച്ചിട്ടുണ്ട്. അതാണ് ഇവരുടെ എൻട്രൻസ്. ട്രക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എന്നെ കാണണില്ലല്ലോ അടിയിൽ ബേസ് ക്യാമ്പ് ഞങ്ങളുടെ സ്റ്റേയുടെ അവിടെ എത്തി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. ഫുഡ് കഴിച്ചിട്ട് കുളിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോകും ഗായ്സ്. സൗണ്ടൊന്നും പുറത്തോട്ട് വരുന്നില്ല, ചെവി അടഞ്ഞിട്ട്. കുളിച്ച് വൃത്തിയായി ഞങ്ങൾ തിരിച്ചു പോകാൻ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കണേ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ. ഇവിടെ നല്ല വെയിലുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ പോകണേണ് ഗായ്സ്. എല്ലാവരും ഫ്രഷായി. 4 മണിക്കൂറുണ്ട് സ്റ്റേഷൻ വരെ. എനിക്ക് മോഷൻ സിക്നസ് ഉള്ളതാണ്, അപ്പോൾ അവിടെ എത്തുമ്പോൾ ജീവനുണ്ടെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ബൈ. എന്താണ് എല്ലാരും ഈ കൂട്ടമായത്? ട്രെയിൻ മിസ്. ട്രെയിൻ നമ്മൾ മിസ്സാക്കുമോ? വണ്ടി ശരിയാവുമോ ഗൈസ്? പഞ്ചറായി. നീ ഇവിടെ ഉണ്ടായിരുന്നോ? എനിക്ക് ഛർദിക്കാൻ പറ്റുന്ന കറക്റ്റ് ടൈമിങ്ങില് വണ്ടി പഞ്ചറായി. എൻ്റെ ഹോമം വലിച്ചു. എനിക്ക് ബോഡി ഫുള്ളും പെയിനായി തുടങ്ങിയിട്ടാ. പ്രായമായവരിങ്ങനെ ചെറുപ്പക്കാരങ്ങനെ പലതിനും വിളിക്കും. ചെറുപ്പക്കാര് കൊട്ടേത് വരികട്ടെ. അപ്പൊ ചെറുപ്പക്കാര് 18 കൊടുത്ത് കേട്ടിട്ടുണ്ടാവൂല്ലോ. പ്രായമാണ് ചെറുപ്പക്കാരികൾ അങ്ങനെ പലതും വിളിക്കും. പ്രായമായവർ കുടുംബത്തിരിക്കണം. ഇനി ഇരിക്കാം. ഇനി തൊട്ട് ഞാൻ ഇരിക്കും. പ്രായമായവരെ കൊണ്ട് നമ്മള് എവിടെ പോണേണ് മുതലായിട്ട് ദീപ്തി? ഒരു ഹോട്ടലിൽ, റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ഹോട്ടലിൽ കയറിയ സീനാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി. മതിലയാടിയാണ് ഇവിടെ എല്ലാവരും ഫുഡ് കഴിക്കാൻ തന്നെ. നമ്മെല്ലാരും ട്രെയിനിൽ കയറി ഇപ്പൊ തുടങ്ങി. 8:10 ട്രെയിൻ എടുക്കും. ഇപ്പൊ 8:07. 3:30 എറണാകുളം. ലിമിറ്റഡ് സ്റ്റോപ്പ് ആയതുകൊണ്ട് വേഗം ബാക്ക് ടു